ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ സ്ഥാനങ്ങളും പദങ്ങളും തമ്മിൽ, അതായത് പൊസിഷനും ടേമും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, എന്തെങ്കിലും റിലേഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് 5, 15, 25, 35, 45 എക്സെട്ര അങ്ങനെ വരുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. പദങ്ങൾ ഒന്ന് വെച്ച് കൂടുന്നതാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത് അല്ലേ. അപ്പോൾ രണ്ട് പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? 10 ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ സ്ഥാനങ്ങൾ ഒന്ന് വെച്ച് കൂടുമ്പോൾ പദങ്ങൾ 10 വീതമാണ് കൂടുന്നത് ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ. ഇനി ഞാൻ പദങ്ങൾ 2 വെച്ച് കൂടുമ്പോൾ എന്താണ് വ്യത്യാസം എന്ന് നോക്കാം. ഞാൻ ഇതേ അരിത്തമെറ്റിക് സീക്വൻസ് തന്നെ 2 വെച്ച് കൂടുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നൊന്ന് എഴുതി നോക്കാം. ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ തന്നിട്ടുള്ള സമാന്തര ശ്രേണിയിലെ 2 സ്ഥാനങ്ങൾ വ്യത്യാസം വെച്ചിട്ട് വേറൊരു എടുത്തെഴുതി എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഒന്നാമത്തെ പൊസിഷനിലുള്ളതും മൂന്നാമത്തെ പൊസിഷനും 5, 7, 9 അങ്ങനെ ഓരോ പൊസിഷനിലുള്ള അതിൻ്റെ ഏതൊക്കെയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പദങ്ങൾ അല്ലെങ്കിൽ ടേംസ് എന്ന് പറഞ്ഞാൽ അത് എടുത്തെഴുതുകയാണ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താണ് അടുത്തടുത്ത 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ നോക്കി നോക്കൂ, സ്ഥാനങ്ങൾ 2 വെച്ച് വ്യത്യാസം വന്നപ്പോൾ പദങ്ങൾ 20ആയി. നേരത്തെ 10 ആയിരുന്നു വ്യത്യാസം, ഇപ്പോൾ 20ആണ് വ്യത്യാസം. ഓക്കെ, ഇനി ഞാൻ സ്ഥാനം 3 വെച്ച് വ്യത്യാസം വന്നാൽ, അതായത് പൊസിഷനിൽ 3 ഡിഫറൻസ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും എന്ന് നോക്കാം. സ്ഥാനം 3 വെച്ച് വ്യത്യാസം വന്നപ്പോൾ പദങ്ങൾ 30 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വന്നത് അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു സിമിലാരിറ്റി നിങ്ങൾക്ക് ഈ ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമുക്കൊന്ന് നോക്കി നോക്കാം. ഞാൻ ആദ്യത്തെ കേസ് എടുക്കുകയാണ്, അതായത് പൊസിഷൻ 1 വെച്ച് ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ കേസിൽ നമുക്കറിയാം 15 - 5 എന്ന് പറയുമ്പോൾ എന്താണ്? 10 നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ കേസിൽ നമുക്ക് എന്താ? 25 - 5 ആണ്. 25 - 5 നമുക്ക് എത്ര കിട്ടിയത്? 20 ആണ്. 35 - 5 ഇതിലെത്രയാണ് വരുന്നത്? 30 ആണ്. ഈ 3 കേസുകളിലും കോമൺ ആയിട്ടുള്ള ഒരു ടേം ഉണ്ട്. അതെന്താണ്? 10 അല്ലേ. ഇവിടെ എന്താണ്? 10 × 2. ഇവിടെ എത്രയാണ്? 10 × 3. ഓക്കെ, അതായത് ഇവിടെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? 10 ആണ്. ഇവിടെ നമുക്കറിയാം ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലേ, പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഈ കാണുന്നത് എന്താണ്? ഈ 2, 1, 3 എന്ന് പറയുന്നതൊക്കെ എന്താണ്? അവയുടെ പൊസിഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് 35 - 5 / 3 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10 ആണ്. അതുതന്നെയാണ് 25 - 5 / 2 എന്ന് പറയുമ്പോഴും നമുക്ക് കിട്ടുന്നത്. ഇത് തന്നെയാണ് 15 - 5 / 1 ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത്. കോമൺ ആയിട്ട് ഒരു സംഖ്യയുണ്ട്. ഈ കോമൺ ആയിട്ടുള്ള ഈ സംഖ്യയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമൺ ഡിഫറൻസ്. അതായത് നമ്മൾ ഇത്രയും നേരം കണ്ടിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? ഇവിടെ കോമൺ ആയിട്ട് ഉണ്ടായിരുന്നത് എന്തായിരുന്നു? ഈ ഒരു സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് ആണ്. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ അതിൻ്റെ പൊസിഷൻസ് തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് ഹരിച്ചപ്പോൾ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ആ ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, കാരണം ഒരു സമാന്തര ശ്രേണി അല്ലെങ്കിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കേസ് കൊണ്ട് നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? അടുത്തൊരു സമാന്തര ശ്രേണിയുടെ കാര്യം കൂടെ നോക്കാം. ഇതാണ് അടുത്തൊരു സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. ഇതിൽ പൊസിഷനിൽ 1 തമ്മിൽ വ്യത്യാസം വന്നപ്പോൾ ടേംസിൽ എത്രയാണ് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നത്? ടേംസ് 5 കുറയുകയാണ് ചെയ്തത്. ഞാൻ അതിന് -5 എന്ന് കൊടുത്തു കേട്ടോ. ഇവിടെ എന്താണ്? 5 കുറയുകയാണ് ചെയ്തത്. ഇനി ഞാൻ സ്ഥാനങ്ങൾ 2 തമ്മിലുള്ള വ്യത്യാസം എടുത്ത് നോക്കുകയാണ്. ഇപ്പോൾ പദങ്ങൾ തമ്മിൽ 10 വ്യത്യാസം അല്ലേ, 10 കുറഞ്ഞു വരികയാണ്. ഇനി നമ്മൾ പൊസിഷൻസ് തമ്മിലുള്ള വ്യത്യാസം 3 ആക്കാൻ പോവുകയാണ്. ഇപ്പോൾ പൊസിഷൻസ് തമ്മിലുള്ള വ്യത്യാസം 3 ആയി. അപ്പോൾ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്തായി? -15 ആയി. ഇവിടെയും കോമൺ ആയിട്ട് നമുക്ക് പലതും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കിയാലോ. ആദ്യത്തെ 2 ടേമുകൾ 45 - 50. 45 - 50 -5. 40 - 50 ഇവിടെ എന്താ കാണുന്നത്? -10. 35 - 50 -15.
ഇവിടെ നമുക്കറിയാം -5 ഇൻറ്റു 1. ഇവിടെയോ -5 ഇൻറ്റു 2. ഇവിടെ എന്താ -5 ഇൻറ്റു 3. ഓക്കെ, ഇപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതിൻ്റെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് -5 ആണ്. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം കാണാൻ അതിൻ്റെ പദങ്ങൾ തമ്മിൽ ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻസിൻ്റെ ഡിഫറൻസ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്. ചേഞ്ച് ഇൻ ടേംസ് എന്ന് പറയുന്നത് എന്താണ്? ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ പൊസിഷൻ ഇൻ ടു ഫിക്സഡ് നമ്പർ. പദവ്യത്യാസം എന്ന് പറയുന്നത് സ്ഥാനവ്യത്യാസം ഇൻറ്റു നിശ്ചിത സംഖ്യ. ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഡെഫിനിഷനാണ്. നമുക്കിതിനെ ഇച്ചിരി കൂടെ ഭംഗിയായിട്ട് എങ്ങനെ മോഡിഫൈ ചെയ്ത് എഴുതാം? നമ്മളിപ്പോൾ പറഞ്ഞതനുസരിച്ച് നമുക്കറിയാം ഈ നിശ്ചിത സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ ആ കോമൺ ഡിഫറൻസ് ആണെന്ന് അറിയാം അല്ലേ? അപ്പോൾ നമുക്കിതിനെ ഈസി ആയിട്ട് ഒരു ഡെഫിനിഷനായിട്ട് അല്ലെങ്കിൽ ഒരു ഇക്വേഷനായിട്ട് എഴുതാം. എന്തിനാണെന്ന് വെച്ചാൽ ഭാവിയിൽ ഇത് വെച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ അടുത്തടുത്ത 2 പൊസിഷൻസോ അടുത്തടുത്ത 2 പദങ്ങൾ തമ്മിലുള്ള പദങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ പൊതുവ്യത്യാസം കണ്ട് ആ സമാന്തര ശ്രേണി കാണാം, അതിലെ ബാക്കിയുള്ള പദങ്ങൾ കാണാം. അപ്പോൾ നിങ്ങൾ ഇതിനെ ഒരു ഡെഫിനിഷനായിട്ട് അല്ലെങ്കിൽ ഒരു ഇക്വേഷനായിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാം? ഒരു ഇക്വേഷൻ എഴുതാം. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. അതായത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടേംസ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പൊസിഷൻ, അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് പദവ്യത്യാസം ഡിവൈഡ് ബൈ സ്ഥാനവ്യത്യാസമാണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കുറേ പ്രോബ്ലംസിന് ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കും. ഒരു സമാന്തര ശ്രേണിയിലെ 3ാമത്തെ പദം, അതായത് തേർഡ് ടേം എന്ന് പറയുന്നത് 12 ആണ്. അതുപോലെ അതിൻ്റെ 7ാം പദം, അതായത് 7th ടേം എന്ന് പറയുന്നത് 32 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലെ 15ാം പദം, അതായത് നമുക്ക് T15 ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസമാണ് എന്ത്? അതിൻ്റെ പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം കിട്ടിയാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടെത്താൻ പറ്റും? 15ാം പദം കാണാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. അപ്പോൾ എന്താണ്? പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 32 മൈനസ് 12, സ്ഥാനങ്ങൾ തമ്മിൽ 7 മൈനസ് 3. 32 മൈനസ് 12 എത്രയാണ്? 20. 7 മൈനസ് 3 എത്രയാണ്? 4. നമുക്ക് കാണേണ്ടത് 15ാം പദമാണ്. അപ്പോൾ T15 എന്ന് പറയുന്നത് T7 പ്ലസ് എത്ര ഡി കൂട്ടണം? 7 ആയി. അപ്പോൾ 15 മൈനസ് 7 8 അല്ലേ? 7 8 എന്ത്? 15 വരുന്നത്. അപ്പോൾ എന്ത് വരും? 8D അല്ലേ? ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഒന്നുകിൽ ഇതേ മൈനസ് ഇത് ചെയ്യുക, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 15 കിട്ടണം എന്ന് ഓർത്താൽ മതി. ഓക്കെ, അങ്ങനെയാണ് എത്ര ഡി ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ T7 എത്രയാണ്? 32 പ്ലസ് 8 ഇൻറ്റു 5. അപ്പോൾ 32 പ്ലസ് 40 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 72. അപ്പോൾ T15 എന്ന് പറയുന്നത് 72. വളരെ ഈസി ആയിട്ട് കിട്ടി അല്ലേ? ഇതേ കണക്ക് നമുക്ക് വേറൊരു രീതിക്കും കൂടെ ചെയ്ത് നോക്കാൻ പറ്റും. ഇവിടെ നമുക്ക് പൊസിഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് കിട്ടിയത്? 4 ആണ്. ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് കിട്ടിയത്? 20 ആണ് കിട്ടിയത്. ഓക്കെ, T7 എന്ന് പറയുന്ന പൊസിഷനെയാണ് കൺസിഡർ ചെയ്യണമെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൻ്റെ കൂടെ എത്ര ടേം കൂടിയാലാണ് നമുക്ക് 15 കിട്ടുക? നമുക്കറിയാം 8 അല്ലേ? 7ൻ്റെ കൂടെ 8 കൂടുമ്പോഴാണ് 15ാമത്തെ ടേം കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത് 8 കൂടിയാൽ ടേം എത്ര കൂടണം? അപ്പോൾ നമ്മുടെ പൊസിഷൻ ഇരിക്കുന്നത് 4ലാണ്. നമുക്ക് എത്രയാണ് കൂടേണ്ടത്? 8 കൂടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 4നെ 8 ആകാൻ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതേ മാറ്റം എവിടെയും വരുത്തണം? ടേമിലും വരുത്തണം. അപ്പോൾ 20 ഇൻറ്റു 2 അപ്പോൾ എത്രയാണ്? 40 അല്ലേ? ഇത് ഏതിൻ്റെ കൂടെ എത്ര കൂടുമ്പോഴാണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? T7ൻ്റെ കൂടെ 8 കൂടുമ്പോൾ അല്ലേ? അപ്പോൾ
7 + 40 ആയിരിക്കും എന്ത് T15 എന്ന് പറയുന്നത്. അതായത് എത്രയാണ് 32 + 40 72. ഇതിനെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതതിൻ്റെ ഇച്ചിരി എളുപ്പത്തിലുള്ളൊരു വഴി എന്ന് പറയുന്നത്. ഓക്കെ, ഇതേ ശ്രേണിയിൽ തന്നെ നമുക്ക് 5ാം പദം ഒന്ന് കണ്ടു നോക്കാം. ഇത് 2 രീതിക്കും ചെയ്ത് നോക്കാം. അപ്പോൾ T3 + 2D അല്ലേ? അതായത് T3 എന്ന് പറഞ്ഞാൽ 12 + 2 × 5 12 + 10 22. പൊസിഷൻ എന്ന് പറയുന്നത് എത്രയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്? 4. ടേമിൻ്റെ ഡിഫറൻസ് എത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്? 20. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? പൊസിഷൻ എന്ത് ചെയ്യണം? 3ലാണുള്ളത്, അതിലേക്ക് 5ലേക്ക് എത്തണം. പൊസിഷൻ നമുക്ക് 2 കൂടേണ്ടത്. നമുക്കറിയാം പൊസിഷൻ്റെ ആ ഡിഫറൻസ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് 4. അപ്പോൾ നമ്മൾക്ക് ഈ 4നെ 2ലേക്ക് എത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? ഇത് രണ്ടും ക്യാൻസലായി പോയി 2 വന്നു അല്ലേ? അപ്പോൾ നമ്മൾ ടേമിന് എന്ത് ചെയ്യണം? 20 × 1/2 ചെയ്യണം. എത്ര കിട്ടി? 10 അല്ലേ? അപ്പോൾ നമുക്കറിയാം T3 + 10. അപ്പോൾ T3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 + 10. നമ്മളിവിടെ ചെയ്തില്ലേ? അത് തന്നെ 22. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ രീതിക്കും ചെയ്യാം, അല്ലെങ്കിൽ ഈ രീതിക്കും ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം തന്നിട്ടുള്ളത് ഒരു സമാന്തര ശ്രേണിയുടെ 4ാമത്തെ ടേം എന്ന് പറയുന്നത് 81. അതേപോലെ തന്നെ അതിൻ്റെ 6ാമത്തെ ടേം എന്ന് പറയുന്നത് 71. നമ്മളോട് എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? അതിൻ്റെ 20ാമത്തെ പദം എന്താണെന്നാണ്. ഓക്കെ, നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് ഏത് രീതിയാണ് കംഫർട്ട് എന്ന് വെച്ചാൽ ആ രീതിക്ക് ചെയ്യാം. ഈ സമാന്തര ശ്രേണി കാണുമ്പോൾ തന്നെ അറിയാം, T4 എന്ന് പറയുന്നത് 81, T6 എന്ന് പറയുമ്പോൾ 71 ആകുമ്പോൾ തന്നെ നമുക്കറിയാം ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം ഒരു നെഗറ്റീവാണ്. അതായത് വാല്യൂ കുറഞ്ഞാണ് വരുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ ഇക്വേഷൻ പോലെ തന്നെ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എങ്ങനെയാണ്? 71 - 81 ഡിവൈഡഡ് ബൈ എന്താണ്? 6 - 4, അതായത് -10 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? -5. അതായത് ശ്രേണിയുടെ പൊതുവ്യത്യാസം കുറഞ്ഞു വരികയാണ്. അതായത് പൊതുവ്യത്യാസം കുറഞ്ഞു വരിക എന്നല്ല, പദങ്ങൾ ചെറുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണേണ്ടത് T20 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? T6 + എത്രയാണ്? 14D അല്ലേ? അപ്പോൾ T6 എത്രയാണ്? 71 + 14 × D എത്രയാണ്? -5 ആണ്. അപ്പോൾ 71 14 5 എത്ര? 70. അപ്പോൾ -70. അപ്പോൾ T20 എന്ന് പറയുന്നത് 1. ഇനി ഇതേ ചോദ്യം നമുക്ക് മറ്റേ രീതിക്കും ചെയ്യാം. നമുക്കറിയാം സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അല്ലേ? പൊസിഷൻ എന്താണ്? പൊസിഷനിലെ ഡിഫറൻസ് 2 ആണ്. ടേംസിലെ ഡിഫറൻസ് എത്രയാണ്? ഓക്കെ, അപ്പോൾ നമുക്കിവിടെ T6 ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ 14 പൊസിഷൻ കൂടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 20 കിട്ടുന്നത് അല്ലേ? അപ്പോൾ പൊസിഷൻ എത്ര കൂടണം? പൊസിഷൻ 14 കൂടണം. 14 കൂടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളത് 2 ആണ്. 14 കൂടണമെങ്കിൽ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, എന്തിനെ? പൊസിഷനെ. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ടേമിനെയും ചെയ്യണം. അപ്പോൾ ടേമിൽ എന്താ വരിക? -10 × 7, അതായത് -70. T6 എന്ന് അല്ലേ? അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 70 ആഡ് ചെയ്യണം. അതായത് T6 എത്രയാണ്? 71 - 70 = 1. നമുക്ക് നേരത്തെ കിട്ടി തന്നെയാണല്ലോ ഇവിടെയും T20 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏത് രീതിക്ക് ചെയ്താലും കുഴപ്പമില്ല. ഇനി കാണുന്നത് ഒരു 4 ചോദ്യങ്ങളാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ആ 4 ചോദ്യങ്ങളുടെ ആൻസർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ.